ഈ ഓണക്കാലം തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ കയ്യിൽ പിക്സൽ 10 കിട്ടിയിരുന്നു. എന്നാൽ ഈ വർഷത്തെ എൻ്റെ ഓണം പിക്സലിനോടൊപ്പം ആകാമെന്ന് കരുതി. അതെ, എൻ്റെ പിക്സൽ ഓണം. ഓണത്തിൻ്റെ വരവ് അറിയിച്ച് ആദ്യമേ പുലികളിക്കാർ വീട്ടിലെത്തി. അങ്ങനെ പിക്സൽ 10 എന്ന ഈ ഫോണിൽ ആദ്യം ഷൂട്ട് ചെയ്തതും പുലികളിയായിരുന്നു. രാത്രി ഏകദേശം 8 മണിക്കാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. എന്നിട്ടും തരക്കേടില്ലാത്ത വീഡിയോ ക്വാളിറ്റി പിക്സൽ 10 നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വിഷ്വൽ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നതാണ് ലോ ലൈറ്റ്, അതായത് ഇൻഡോർ ലൈറ്റിൽ രാത്രി സമയം ഏകദേശം 9 മണി സമയത്ത് രാത്രി ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ എടുക്കുന്ന വീഡിയോ ആണ്. പക്ഷേ എനിക്കൊന്ന് സൗണ്ട് ക്വാളിറ്റി നല്ല ബെറ്ററാണ്. മൈക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലുള്ളൊരു സൗണ്ട് ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെൽഫി ക്യാമറയും ബാക്ക് ക്യാമറയും നൽകുന്നുണ്ട്. അത്തപ്പൂക്കളം ഇല്ലാതെ എന്തോണം അല്ലേ? ഞങ്ങളുടെ ഈ ഓണത്തിന് അത്തപ്പൂക്കളം ഇട്ടു. ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഓണം ആഘോഷിച്ചു. കാരണം ഞങ്ങൾ ഡിഗ്രി പഠിച്ചിറങ്ങിയിട്ട് ഏകദേശം 25 വർഷം പൂർത്തിയായതിൻ്റെ ഒരു ആഘോഷം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് നിരവധി ഫോട്ടോകളും പിക്സൽ 10 എടുത്തു. HDR എഫക്റ്റ് ഉള്ളതിനാൽ ഫോട്ടോ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് പ്രോപ്പറായിട്ടല്ല പലപ്പോഴും ഫേസിൽ വരുന്നതെന്ന് മനസ്സിലായി. എസ്പെഷ്യലി നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡാർക്കായി പോകുന്നതായി തോന്നുന്നുണ്ട്. അത് ഈ ഒരു HDR എഫക്റ്റ് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, എന്നാൽ പിന്നെ ഫോട്ടോ തന്നെ എടുത്ത് കളയാം. ഫോട്ടോയുമായി കമ്പയർ ചെയ്യുമ്പോൾ വീഡിയോയ്ക്കാണ് ക്വാളിറ്റി കുറച്ചുകൂടി കൂടുതൽ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഫോട്ടോ ഭയങ്കരമായിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിങ് അത്ര ബെറ്റർ ആയിട്ടല്ല വരുന്നത്. എന്നാൽ വീഡിയോയിൽ അധികം പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മികച്ച വീഡിയോ ക്വാളിറ്റി തന്നെയാണ് പിക്സൽ 10 നൽകുന്നത്. ഓണസദ്യ തയ്യാറാക്കാനായിട്ട് പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ വെച്ചൊക്കെ നിരവധി വീഡിയോകളും ഫോട്ടോകളും ഒക്കെ പിക്സൽ 10 ഉപയോഗിച്ചുകൊണ്ട് എടുത്തു. ഒറ്റ ക്യാമറയിൽ കിട്ടില്ല മിസ്റ്റർ. ഓണസ്ഥാനങ്ങളുടെ പർച്ചേസും കാര്യങ്ങളും തിരക്കൊക്കെ ആയിരുന്നു. വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങൾ, കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതെല്ലാം മേടിച്ചു. ഇപ്പം സമയം 9 മണിക്കടുത്തു. ഇതിപ്പം ഈ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ, ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുള്ള വിഷ്വൽ. ലോ ലൈറ്റ് സെൽഫി വീഡിയോ ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. ലൈറ്റ് കുറയുന്നതനുസരിച്ച് ക്വാളിറ്റി നല്ല രീതിയിൽ കുറയുന്നതായിട്ടും കാണാം. ഉത്തരാടത്തിന് ഓണസദ്യക്കൊപ്പം ഇത്തവണ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി. അപ്പം നാളത്തേക്കുള്ളൊരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ നീണ്ടാരം വരെ പോവാണ്. നീണ്ടാരം ആ സ്പെഷ്യൽ സാധനം എന്താണെന്ന് ഇപ്പം ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞങ്ങൾ തിരിച്ചപ്പോഴത്തേക്കും നല്ല സൂപ്പർ മഴ പെയ്യുന്നുണ്ട്. ഉത്തരാടത്തിൻ്റെ തലേദിവസമാണ് ഇപ്പോൾ. കിടിലം മഴ. ഇതാണ് മുരിങ്ങയിറച്ചി എന്ന് പറഞ്ഞ സാധനം. കിട്ടി വേണ്ടേ. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ കല്ലുമ്മേക്കായ എന്നറിയപ്പെടും. ഈ ഒരു ഭാഗത്തൊക്കെ മുരിങ്ങയിറച്ചി എന്നറിയപ്പെടും. ആ സാധനമാണ് മേടിച്ചത്. അങ്ങനെ അന്ന് രാത്രി തന്നെ അല്പം ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുറച്ച് ലോ ലൈറ്റ് ഫോട്ടോകളും എടുത്തു. ലോ ലൈറ്റ് വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ് ലോ ലൈറ്റ് ഫോട്ടോകൾ എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഫോട്ടോകളാവുമ്പോൾ ഈ പറയുന്ന പ്രോസസ്സിങ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നടക്കുന്നത് കൊണ്ടാകണം ലോ ലൈറ്റിൽ ഫോട്ടോകൾ വീഡിയോകളെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയത്. പരിപ്പും പച്ചടിയും അച്ചാറും ചീനിയും എല്ലാം ചേർന്നുള്ള കിടിലൻ ഓണസദ്യ അങ്ങനെ റെഡിയായി. ഓണസദ്യ കഴിക്കുന്നതിൻ്റെയും കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു നോക്കി. ഒന്ന് ഉറപ്പിച്ച് പറയാം, പിക്സൽ 10 ഐഫോൺ പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഫോട്ടോയേക്കാൾ മികച്ചത് വീഡിയോകളാണ് ഈ ഫോണിലും കിട്ടുന്നത്. ഐഫോൺ അങ്ങനെയാണല്ലോ, വീഡിയോയ്ക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഫോട്ടോകൾ അത്ര ബെറ്റർ അല്ല ഐഫോണിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു ഫോണിനകത്തും വീഡിയോയ്ക്കാണ് കുറച്ചുകൂടി ഒരു ബെറ്റർ ക്വാളിറ്റി ഫോട്ടോകളെക്കാൾ എന്നാണ് എനിക്ക് തോന്നിയത്. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. എന്നാൽ പഠിപ്പിക്കാനും പറ്റും എന്നാണ് ഗൂഗിൾ 10 സീരീസ് കാണിച്ചു തരുന്നത്. ഇതിലെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ ക്യാമറ കോച്ച് എന്ന ഈ ഒരു ഫീച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു ക്യാമറ കോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ ഫ്രെയിം ഒക്കെ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തുകൊണ്ട് മികച്ച ഫോട്ടോകൾ എടുക്കുന്നതിന് ക്യാമറയുടെ ഭാഗത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ ഫോണിന്റെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്കൊരു കോച്ചിങ് തന്നുകൊണ്ട് മികച്ച ഫോട്ടോകൾ എടുക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഫീച്ചറാണ് ഇത്തരത്തിൽ ഗൂഗിൾ പിക്സൽ 10 സീരീസിൽ അവതരിപ്പിച്ചിരിക്കുന്ന ക്യാമറ കോച്ച് എന്ന് പറയുന്ന സംവിധാനം. ഫോണിന്റെ ഒരു ഡിസൈനെ കുറിച്ച് പറഞ്ഞാൽ ഗ്ലാസ് സാൻഡ്വിച്ച് ബോഡിയാണ്. രണ്ട് സൈഡിലും ഗ്ലാസ് ആണ്, ഫ്രണ്ടിലും ബാക്കിലും. അതുപോലെ ഈ ക്യാമറയുടെ വൈസർ കാണാൻ അതിമനോഹരമാണ്. ഗൂഗിൾ പിക്സൽ ഫോണുകളുടെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു വൈസർ വന്നിരിക്കുന്നത്. എന്തിനു പറയുന്നത്, ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ആപ്പിൾ എയർ പോലും ഏതാണ്ട് ഈ ഒരു വൈസറിന്റെ ഒക്കെ ഒരു ഡിസൈനിനെ കോപ്പി ചെയ്ത പോലെ നമുക്ക് തോന്നും. അതുപോലെ ഈ കളർ നല്ല ഐ കാച്ചിങ് ആണ്. ഇവിടെ ഗൂഗിളിന്റെ ലോഗോ കാണാം. എയുടെ സഹായത്തോടു കൂടി ഫോൾഡ് ചെയ്യുന്ന ഓപ്പറേഷനുകൾ എളുപ്പമാക്കുന്ന മാജിക് ക്യൂ എന്ന് പറയുന്ന ഒരു ഫീച്ചറും പിക്സൽ 10 നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് വന്നിരിക്കുന്ന മെയിൽ, നമ്മൾ സേവ് ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകൾ തുടങ്ങിയതിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴും ഫോൺ കോൾ ചെയ്യുമ്പോഴും ഒക്കെ അതിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തരത്തിൽ മാജിക് ക്യൂ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കുന്നത്. പിക്സൽ 10 നല്ല ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പിക്സൽ 10 Pro ഒക്കെ മാറ്റ് ഫിനിഷ് ആണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. മെറ്റാലിക് ഫ്രെയിം ആണ് ഫോണിന് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇതിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ ഒക്കെ അടിപൊളിയാണ്. ഈ പറയുന്ന പോലെ ഒരു ഐഫോണിന്റെ ഫീൽ നമുക്ക് ഈ ഒരു ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അതുപോലെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് എന്തായാലും പിക്സൽ 10 കൊടുത്തിരിക്കുന്നത്. ഓവർ സൈസ് ഒന്നും അല്ല. അതുപോലെ ഐഫോണുകളിലേതുപോലെ ഇത്തവണ Qi2 വയർലെസ് ചാർജിംഗ് സംവിധാനം പിക്സൽ 10 കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും
പ്രത്യേകതയാണ്. എന്ത് തന്നെയായാലും പിക്സൽ 10ഉം പിക്സൽ 10 പ്രോ സീരീസും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു ഫോണിൽ കാര്യമായി കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഈ ഒരു ഫോൺ ഞാൻ ഉപയോഗിച്ചിരുന്ന സമയത്ത് എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട് പലരും ചോദിച്ചു, പിക്സൽ ഫോൺ അല്ലേ, പിക്സൽ 10 അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഐ കാച്ചിങ് ഡിസൈൻ തന്നെയാണ് പിക്സൽ 10 എന്ന ഈ ഒരു ഫോണിനായി ഗൂഗിൾ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ സീരീസിലൊക്കെ പ്രോ മോഡൽ മാത്രമായിരുന്നു 3 ക്യാമറകൾ ഉണ്ടായിരുന്നത്. നോൺ പ്രോ മോഡലായിട്ടുള്ള പിക്സൽ 9ലേക്ക് 2 ക്യാമറ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഇവിടെ പിക്സൽ 10ലേക്ക് വരുമ്പോൾ 5x ടെലിഫോട്ടോ ഉൾപ്പെടെ 3 ക്യാമറകൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല TSMC തയ്യാറാക്കുന്ന ടെൻസർ G5 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേയിലേക്ക് വന്നാൽ ഈ ഒരു ഡിസ്പ്ലേയുടെ 4 സൈഡിലും ഒരു നേരിയ ബെസൽ ഉണ്ട്. നമുക്കൊരു ബെസൽ ലെസ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഒരു ചെറിയ ബെസൽ എന്തായാലും ഉണ്ട്. അതിന്റെ സൈസ് യൂണിഫോം ആണ്, എല്ലാ സൈഡിലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ പിക്സൽ 10 പ്രോ XL മോഡലുകളിൽ ഇതിൽ നിന്നും തിന്നായിട്ടുള്ള ബെസലാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ടെസ്റ്റിംഗിൽ 1 മില്യണിൽ താഴെയുള്ള ആന്റിറ്റ്യൂഡ് സ്കോറാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. മാത്രമല്ല രക്തമയമായിട്ടുള്ള ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരിക്കലും വലിയ ഗെയിമിങ്ങിനൊന്നും ഈ ഒരു ഫോൺ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനാകില്ല എന്നുള്ളത് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാം. ഒരിക്കലും ഗൂഗിൾ പിക്സൽ ഫോൺ ഗെയിം കളിക്കാനുള്ള ഒരു ഫോൺ അല്ല, നേരെ മറിച്ച് മികച്ച ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഫോണുകൾ തയ്യാറാക്കുന്നത്. മികച്ച സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, മികച്ച ക്യാമറ, മികച്ച ബിൽഡ് ക്വാളിറ്റി, അങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ പിക്സൽ ഫോണുകളെ നോക്കി കാണേണ്ടതും. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല. അതുപോലെ തന്നെ ഈ ഒരു സെൽഫി ക്യാമറയുടെ സൈസും സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു എബോ ആവറേജ് സൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഫോൺ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ വാങ്ങുന്നെങ്കിൽ ബൈ ഡിഫോൾട്ട് ഈ ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ 60 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സെറ്റിംഗ്സിൽ കയറി ഹൈ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 120 ഹെഡ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് മാറണം, അല്ലാത്ത പക്ഷം ഇത് 60 ഹെഡ്സ് ആയിരിക്കും. അതുപോലെ ഇത് 60 ഹെഡ്സ് ടു 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വേരിയിങ് ആണ്. എന്നാൽ പ്രോയും പ്രോ എക്സലും ഒക്കെ 1 ഹെഡ്സ് ടു 120 ഹെഡ്സ് വേരിയിങ് ആയിട്ടുള്ള LTPO ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. എന്റെ ഉപയോഗത്തിൽ ഏകദേശം 6 മണിക്കൂറിനടുത്തുള്ള സ്ക്രീൻ ഓൺ ടൈം ആണ് ലഭിച്ചത്. സത്യത്തിൽ ഇതിൽ കൂടുതൽ സ്ക്രീൻ ഓൺ ടൈം പിക്സൽ 10 ലഭിക്കുന്നു എന്ന് ചില വീഡിയോകൾ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. ഫോണിന്റെ ബാക്കിലെ 3 ക്യാമറകളിൽ 48 മെഗാ പിക്സൽ പ്രൈമറി സെൻസർ ആണ്. അതുപോലെ 13 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 10.8 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ സെൻസർ, അതുപോലെ തന്നെ 10.5 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസർ. ഈ പോയിന്റ് കണക്കൊക്കെ ക്യാമറയുടെ റെസൊല്യൂഷനിൽ വരുന്നത് അത് പിക്സൽ ഫോണുകൾ തന്നെയാണ്. ഇവിടെ 10.5, അതുപോലെ ബാക്കിൽ 10.8 ടെലിഫോട്ടോ. കഴിഞ്ഞ പിക്സൽ 9ൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഡൗൺ ഗ്രേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന വൈഡ് ആംഗിൾ ക്യാമറ 13 മെഗാ പിക്സലിലേക്ക് ഡൗൺ ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് റെസൊല്യൂഷനിൽ. എന്തായാലും മികച്ച ബിൽഡ് ക്വാളിറ്റി ഉള്ള, കാര്യമായ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പിക്സൽ 10ന്റെ വില എന്ന് പറയുന്നത് 79,999 രൂപയാണ്. അതുപോലെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിയിലും പ്രത്യേകതയുണ്ട്. 5000 mAh തികച്ചു കൊടുത്തിട്ടില്ല, 4970 mAh ആണ് ഇതിന്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി നൽകിയിരിക്കുന്നത്. ഒന്ന് ഉറപ്പാണ്, പിക്സൽ 10 പ്രോ ഫോണുകളും പിക്സൽ 10 ഫോണും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും 10 സീരീസിലേക്ക് വന്നപ്പോൾ ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലൊരു Qi2 വയർലെസ് ചാർജിങ് കൊടുത്തിരിക്കുന്നത് കൊണ്ടുള്ള ഗുണം, ഇത്തരത്തിൽ മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണിനെ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കാറിലൊക്കെ വയർലെസ് ചാർജിങ് ഉള്ളവർക്ക് കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത് വയർലെസ്ലി ചാർജ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു മാഗ്നറ്റിക് ആ ഒരു അട്രാക്ഷൻ നോക്കി നല്ല സ്ട്രോങ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും വീഴില്ല. അത് ഞാൻ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഈ പവർ ബാങ്കിന് ഒരു അല്പം വെയിറ്റ് ഉണ്ട് നോക്കി, അതുപോലും പെട്ടെന്നൊന്നും അങ്ങനെ ഊരി വീഴുന്ന ടൈപ്പ് അല്ല. നല്ല രീതിയിലാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ആ ഒരു മാഗ്നറ്റിക്കലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാഗ്നറ്റിക് വയർലെസ് ചാർജിങ് സംവിധാനം എന്തായാലും കൊണ്ടുവന്നത് ഒരു വലിയ കാര്യമാണ്. ഈ നമുക്ക് ആപ്പിളിലൊക്കെ ഉള്ള മാക്സ് സേഫ് എന്ന പോലെ ഇനി ആൻഡ്രോയിഡ് ഫോണിലെ മാക്സ് സേഫ് എന്ന സംവിധാനം ഇപ്പോൾ ഈ ഒരു പിക്സൽ 10 സീരീസിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് അധികം പൈസകൾ ഒരുപാട് കളയാതെ നമുക്ക് പിക്സലിന്റെ ഫോൺ വാങ്ങണമെങ്കിൽ ഒരു നോൺ പ്രോ മോഡലായിട്ടുള്ള പിക്സൽ 10 എടുക്കാം. പക്ഷേ പിക്സൽ 10 ഈ പറയുന്നത് പോലെ പിക്സൽ 10 പ്രോ ഫോണുകളിനോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. വരുന്ന ഓഫർ കാലത്തൊക്കെ ഒരുപക്ഷെ ഇനിയും പിക്സൽ ഫോണുകളുടെ വില കുറയാനുള്ള സാധ്യതയുമുണ്ട്.